ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ദ ചാനൽ. UGC നെറ്റ് എക്സാമിന്റെ പേപ്പർ 1 ടോപ്പിക്സ് ആണ് നമ്മൾ ഈ ചാനലിൽ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമന്റ് വന്നിരുന്നു, ഡേറ്റ ഇന്റർപ്രിട്ടേഷനിൽ നിന്ന് ചോദിക്കുന്ന പെർസെൻറ്റേജ് അല്ലെങ്കിൽ ആവറേജ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമെന്ന് ചോദിച്ചിട്ട്. നമ്മൾ പെർസെൻറ്റേജ് അതുപോലെ തന്നെ ആവറേജ് ഒക്കെ പഠിച്ച സമയത്ത് നമ്മൾ അതിന്റെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് കണ്ടിരുന്നു. അത് സോൾവ് ചെയ്യുന്ന സമയത്തേക്ക് ഞാൻ റിപ്പീറ്റഡ്ലി പറഞ്ഞൊരു കാര്യമാണ്, ഈ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് പൊതുവെ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ആണ് ചോദിച്ച് കാണാറുള്ളതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി സോൾവ് ചെയ്തിട്ടുണ്ട് നമ്മളുടെ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട്. എന്നിരുന്നാലും നമുക്ക് അടുത്ത 2-3 വീഡിയോസിൽ നമുക്ക് ഈ ഒരു ഡേറ്റ ഇന്റർപ്രിട്ടേഷനിൽ നിന്ന് ചോദിച്ചു കാണുന്ന പെർസെൻറ്റേജ്, ആവറേജ് അതുപോലെ തന്നെ റേഷ്യോ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുവരെ നമ്മളുടെ UGC നെറ്റ് എക്സാമിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്തിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസ് എടുക്കുന്നില്ല, പക്ഷേ എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും നമ്മളിവിടെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമുക്കപ്പം ഈ ഒരു ഡേറ്റ ഇന്റർപ്രിട്ടേഷനിൽ നിന്ന് ചോദിച്ചു കാണുന്ന പെർസെൻറ്റേജ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അതിൽ ഒരു ഡേറ്റ തന്നിട്ടുണ്ടല്ലേ, ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിളിൽ തന്നിരിക്കുന്ന ഡേറ്റ എന്ന് പറയുന്നത് ഇയർ വൈസ് പ്രൊഡക്ഷൻ, എക്സ്പോർട്സ് അതുപോലെ തന്നെ പെർ ക്യാപിറ്റ കൺസംഷൻ ഓഫ് റൈസ്. ഇതിന്റെയാണ് ഈ ഒരു പ്രൊഡക്ഷൻ, എക്സ്പോർട്ട്, അതിന്റെ കൂടെ തന്നെ പെർ ക്യാപിറ്റ കൺസംഷൻ ഓഫ് റൈസ്, ഇതിന്റെ ഡേറ്റയാണ് നമുക്ക് ഈ ഒരു ടാബുലർ വൈസ് തന്നിട്ടുള്ളത്. അപ്പം ഇത് 2018 ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഓരോ ഇയറിലും, അതായത് 2012 മുതൽ 2016 വരെയുള്ള നമ്മളുടെ റൈസിന്റെ പ്രൊഡക്ഷൻ, എക്സ്പോർട്ട് അതുപോലെ തന്നെ പെർ ക്യാപിറ്റ കൺസംഷൻ തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യം ഇങ്ങനെയാണ്: ദ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ദ കൺസംഷൻ ഓഫ് റൈസ് ഓവർ ദ പ്രീവിയസ് ഇയർ വാസ് ദ ഹൈയസ്റ്റ് ഇൻ വിച്ച് ഇയർ? പെർസെൻറ്റേജ് ഇൻക്രീസ് കണ്ടുപിടിച്ചിട്ട് അതിൽ ഓരോ വർഷത്തെയും പെർസെൻറ്റേജ് ഇൻക്രീസ് കാണണം കേട്ടോ. അപ്പൊ ഓരോ വർഷത്തെയും പെർസെൻറ്റേജ് ഇൻക്രീസ് കണ്ടുപിടിച്ചിട്ട് അതിൽ ഹയസ്റ്റ് പെർസെൻറ്റേജ് ഇൻക്രീസ് ഉണ്ടായിട്ടുള്ള വർഷം ഏതാണ്? ഇതാണ് ചോദ്യം. നമ്മളിങ്ങനെ ഈ ഒരു പെർസെൻറ്റേജ് ഇൻക്രീസ് കാണാൻ നമ്മൾ ഓൾറെഡി നമ്മളുടെ പെർസെൻറ്റേജ് പഠിച്ച സമയത്ത് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. 2 വാല്യൂ തന്നിട്ടുണ്ടാവും, അതിന്റെ ഡിഫറൻസ് കാണാം. ആ ഡിഫറൻസ് വെച്ചിട്ട് ഇതിന്റെ പെർസെൻറ്റേജ് ഇൻക്രീസ് അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഡിക്രീസ് കാണാം. അതായിരുന്നു നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതിനൊരു ഇക്വേഷൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഇക്വേഷൻ നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യുമ്പോൾ പെർസെൻറ്റേജ് ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കറണ്ട് ഇയർ, ഞാൻ ഈ ഒരു ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ടാണ് ഇക്വേഷൻ ഡിഫൈൻ ചെയ്യുന്നത്. കറണ്ട് ഇയർ മൈനസ് പ്രീവിയസ് ഇയർ ഡിവൈഡഡ് ബൈ പ്രീവിയസ് ഇയർ. നമ്മൾ പറഞ്ഞിരുന്നു എപ്പോഴും ഈ ഒരു പെർസെൻറ്റേജ് ഇൻക്രീസ് കാണുന്ന സമയത്ത് ഡിനോമിനേറ്ററിൽ നമ്മളുടെ മിനിമം വാല്യൂ ആണ് എപ്പോഴും വരേണ്ടത്. നമ്മളന്ന് ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിരുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടാൽ മതി. അപ്പം ഈ ഒരു ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനിലെ ഡേറ്റ അനുസരിച്ചിട്ട് ഇങ്ങനെയാണ്, അതായത് പെർസെൻറ്റേജ് ഇൻക്രീസ് കാണുന്നത് ഇങ്ങനെയാണ്: കറണ്ട് ഇയർ മൈനസ് പ്രീവിയസ് ഇയറിലെ വാല്യൂ ഡിവൈഡഡ് ബൈ പ്രീവിയസ് ഇയർ ഇൻറ്റു 100. ഇതാണ് നമ്മളുടെ പെർസെൻറ്റേജ് ഇൻക്രീസ് കാണാനുള്ള ഫോർമുല. ഇനി ഞാൻ പറഞ്ഞു, അതായത് 2012 മുതൽ 2016 വരെയുള്ള ഇയേഴ്സിൽ മൊത്തത്തിൽ ഉള്ള ഓരോ വർഷത്തെയും പെർസെൻറ്റേജ് ഇൻക്രീസ് നമ്മൾ കാണുകയും ആ പെർസെൻറ്റേജ് ഇൻക്രീസുകളിൽ ഓരോ വർഷത്തെയും പെർസെൻറ്റേജ് ഇൻക്രീസുകളിൽ മൊത്തത്തിലെടുത്ത് നോക്കുമ്പോൾ ഹയസ്റ്റ് വാല്യൂ ഏതാണോ ആ വാല്യൂ ആണ്, ആ വാല്യൂ വന്നിട്ടുള്ള വർഷമാണ് നമ്മൾക്ക് കണ്ടെത്തേണ്ടത്. അതാണ് ചോദ്യം. അപ്പം ഓരോ വർഷം എടുത്ത് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വരുന്ന വർഷം ഏതാണ്? 2013, 2012 ആയിരിക്കും അല്ലെ. 2013-12 എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ടേബിൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് ഇതിന്റെ വാല്യൂ വരുന്നത് 35.2 ആണ് 2013 കൺസംഷൻ, മൈനസ് 36.25 ആണ് പ്രീവിയസ് ഇയറിലെ കൺസംഷൻ, അതായത് 2012 കൺസംഷൻ ഡിവൈഡഡ് ബൈ പ്രീവിയസ് ഇയർ, അതായത് 36.25 ഇൻറ്റു 100. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ആൻസർ
2.88 കിട്ടും. 2.88 അതും മൈനസ് ആണ് വരിക. കാര്യം ഇവിടെ ഗ്രേറ്റർ നമ്പർ ആണുള്ളത്, മൈനസ് ഗ്രേറ്റർ നമ്പർ ആണ് വരുന്നത്, അതുകൊണ്ട് തന്നെ അത് മൈനസ് ആയിരിക്കും. ഇനി മൈനസ് 2.88% എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അവിടെ പെർസെൻറ്റേജ് ഇൻക്രീസ് ആയിരിക്കില്ല അല്ലെ, പകരം എന്തായിരിക്കും? പെർസെൻറ്റേജ് ഡിക്രീസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഈ ഒരു ഇയർ അവിടെ ആപ്ലിക്കബിൾ അല്ല എന്ന് നമുക്ക് അപ്പൊ തന്നെ മനസ്സിലായി. കാര്യം നമ്മളുടെ ചോദ്യം ഹയസ്റ്റ് വാല്യൂ ആണ്. ഹയസ്റ്റ് വാല്യൂ എന്ന് പറയാൻ ഹയസ്റ്റ് പെർസെൻറ്റേജ് ഇൻക്രീസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അടുത്ത ഇയർ നോക്കാം, 2014-13 ഇയർ നോക്കാം. അതിൽ 38.7 മൈനസ് 35.2 ഡിവൈഡഡ് ബൈ 35.2 ഇൻറ്റു 100. അതിന്റെ ആൻസർ 9.94% എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്ത ഇയർ വരുന്നത് 2015-14 ആണ് അല്ലെ. ഇവിടെ 40.7 മൈനസ് 38.7 ഡിവൈഡഡ് ബൈ 38.7 ഇൻറ്റു 100. ആൻസർ എത്രയാ വരിക? 5.17% ആണ് വരിക. ഇനി ഒരു ഇയറും കൂടി കാണാനില്ലേ, 2016-15 ഇയർ അല്ലെ. അപ്പൊ നോക്കുമ്പോൾ നമുക്ക് 42 മൈനസ് 40.7 ഡിവൈഡഡ് ബൈ 40.7 ഇൻറ്റു 100 എന്ന് കിട്ടും. അതിന്റെ ആൻസർ 3.20 എന്ന് കിട്ടും. ഓക്കെ, നമ്മൾ ഇതിന്റെ പെർസെൻറ്റേജ് ഇൻക്രീസ് കണ്ടുപിടിച്ചായിരുന്നു. പെർസെൻറ്റേജ് ഓരോ ഇയറിലെയും പെർസെൻറ്റേജ് ഇൻക്രീസ് നോക്കുമ്പോൾ 2014-13 9.94 ഉണ്ട്. ബാക്കി 2 ഇയേഴ്സ്, അതായത് 2015 ആയിക്കോട്ടെ 2016 ആയിക്കോട്ടെ, അത് ഈ ഒരു 9.94 താഴെയാണെന്ന് കണ്ടു. അപ്പൊ നമുക്ക് മനസ്സിലായി ഇതിന്റെ ഹയസ്റ്റ് ആയിട്ടുള്ള പെർസെൻറ്റേജ് വാല്യൂ എന്ന് പറയുന്നത്, പെർസെൻറ്റേജ് ഇൻക്രീസ് വാല്യൂ എന്ന് പറയുന്നത് 2014-13 നടന്നിട്ടുള്ളത്. ഇനി നമ്മൾ ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. Which year has the most consumption of rice considered to അല്ലെങ്കിൽ compared to the previous year എന്ന് പറഞ്ഞിട്ടുണ്ട്. മുൻ വർഷത്തേക്കാൾ കൂടുതൽ കൺസംഷൻ ഏത് വർഷത്തിലാണ് എന്നാ ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ നമുക്ക് 2014-2013 നമുക്ക് എടുത്ത് എഴുതാൻ പറ്റില്ല, ഒരു വർഷമാണ് എഴുതാൻ പറ്റുള്ളൂ. ആ വർഷം ഇതാണ്, 2014 ആണ്. ക്ലിയർ ആയോ? അതായത് നമ്മൾ ആദ്യം തന്നെ നമ്മളുടെ പെർസെൻറ്റേജ് ഇൻക്രീസിന്റെ ഇക്വേഷൻ മനസ്സിൽ വിചാരിച്ചു. നമ്മൾ ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ ഡിവൈഡഡ് ബൈ ലോവസ്റ്റ് വാല്യൂ ഇൻറ്റു 100. അതായത് നമ്മൾ ഓരോ വർഷത്തെയും ഈ ഒരു പെർസെൻറ്റേജ് ഇൻക്രീസ് നമ്മളെടുത്ത് കാണണമെന്ന് നമ്മൾ മനസ്സിലാക്കി. കാര്യം ചോദിച്ചിട്ടുള്ള ചോദ്യം എങ്ങനെയാണ്, 2012 മുതൽ 2016 വരെയുള്ള വർഷങ്ങളിൽ ഏത് വർഷത്തിലാണ് മുൻ വർഷത്തേക്കാൾ കൂടുതൽ പെർസെൻറ്റേജ് ഇൻക്രീസ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ഓരോ വർഷത്തെയും പെർസെൻറ്റേജ് ഇൻക്രീസ് കണ്ടു. പെർസെൻറ്റേജ് ഇൻക്രീസ് ഓരോ വർഷത്തെയും കണ്ടതിന് ശേഷം നമ്മൾ അതിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള പെർസെൻറ്റേജ് വാല്യൂ ഏതാണ് നമ്മൾ ലൊക്കേറ്റ് ചെയ്തു. ആ ഹയസ്റ്റ് ഇൻക്രീസ് ഉണ്ടായ വർഷം ഏതാണെന്ന് നോക്കുമ്പോൾ നമുക്കത് 2014 എന്ന് കിട്ടി. നമ്മളുടെ ആൻസർ എത്രയാണ്? 2014. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിലെ ടേബിളിൽ പറഞ്ഞിരിക്കുന്നത് നമ്പർ ഓഫ് രജിസ്റ്റേർഡ് വെഹിക്കിൾസ് ഇൻ ഇന്ത്യ ആൻഡ് ഇന്ത്യസ് പോപ്പുലേഷൻ. ഈ ഒരു ഡേറ്റയാണ് തന്നിട്ടുള്ളത്. ആൻഡ് ഈ ഡേറ്റയിൽ നമുക്ക് ഇയർ 1961 മുതൽ 2011 വരെയുള്ള ഡെക്കേഡൽ ഡേറ്റയാണ്, ഓരോ ഡെക്കേഡ്സിന്റെ ഡേറ്റയാണ് അല്ലെ. അതായത് 1961 കഴിഞ്ഞിട്ട് പിന്നെ 10 വർഷങ്ങൾക്ക് ശേഷം 1971 ആ ഡേറ്റയാണ് തന്നിട്ടുള്ളത്. അപ്പം ഓരോ 10 വർഷത്തെയും ഗ്യാപ്പിലുള്ള ഡേറ്റയാണ് നമ്മളുടെ ഈ ഒരു ടാബുലർ ഫോമിൽ തന്നിട്ടുള്ളത്. അപ്പം ഇതിൽ ഓരോ ടേബിളിലും പറയുന്നത് എന്താണ്, ഓരോ കോളത്തിലും പറയുന്നത് ഓരോ വെഹിക്കിൾസിന്റെ എന്താണ് നമ്പർ ഓഫ് രജിസ്റ്റേർഡ് വെഹിക്കിൾസ് ആണ്. അത് എത്ര ടോട്ടൽ വെഹിക്കിൾസ് എത്ര രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ആ രജിസ്റ്റർ ചെയ്ത ടോട്ടൽ വെഹിക്കിൾസിൽ 2 വീലേഴ്സ് എത്രയുണ്ട്, കാർസ് എത്രയുണ്ട്, അതുപോലെ എന്താണ് ബസ്സസ്, ഗുഡ്സ് വെഹിക്കിൾസ്, അതർ വെഹിക്കിൾസ്, ഇതെല്ലാം എത്ര എണ്ണം ഉണ്ട് ആ ഒരു ഡേറ്റ് എല്ലാം തന്നിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് കോളത്തിൽ തന്നിരിക്കുന്നത് പോപ്പുലേഷൻ ആണ്. ടോട്ടൽ ഇന്ത്യയുടെ പോപ്പുലേഷൻ എത്രയാണെന്നുള്ളൊരു ഡീറ്റെയിൽ തന്നിട്ടുണ്ട്. ഓരോ 10 വർഷത്തെയും കണക്ക് തന്നിട്ടുണ്ട് അല്ലെ. ഇനി ഈ ഒരു ഡേറ്റ വെച്ചിട്ട്, ഈ ഒരു ടാബുലാർ ഡേറ്റ വെച്ചിട്ട് നമ്മൾക്ക് കുറച്ച് ചോദ്യങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്: ഇൻ വിച്ച് ഇയർ did the decadal growth percentage in number of cars surpass
that of the two wheelers. അപ്പൊ ചോദ്യം ഇങ്ങനെയാണ്, ഓരോ 10 വർഷം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ തന്നിരിക്കുന്ന ഡേറ്റിലെ 10 വർഷ കണക്കുകളിൽ ഏത് ഇയറിലാണ്, ഏത് ഇയറിന്റെ ആ ഒരു ഡെക്കേഡൽ ഇയറിൽ ഒരു ഡെക്കേഡാ പറയുന്നത്. ഇപ്പൊ 1961 to 71 ആയിരിക്കാം, അല്ലെങ്കിൽ 2000 to 2001 ആയിരിക്കാം. അപ്പൊ ഏത് ഡെക്കേഡിലാണ് നമ്പർ ഓഫ് കാർസ്, അതായത് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള നമ്പർ ഓഫ് കാർസ് ടൂ വീലറിനേക്കാളും അധികമായിട്ടുള്ളത്? ഇതാണ് ചോദ്യം. ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ടൂ വീലേഴ്സിന്റെ നമ്പറിനേക്കാൾ കൂടുതൽ പെർസെന്റേജ് രജിസ്റ്റേർഡ് കാർസ് ഉള്ളത് ഏത് ഡിക്കേഡിലാണ്, ഏത് 10 വർഷത്തിലാണ്, അല്ലെങ്കിൽ ഏതൊരു ഡെക്കേഡൽ ടൈം പീരിയഡിലാണ് ഈ ഒരു കാറിന്റെ നമ്പർ നമ്മളുടെ ടൂ വീലറിനേക്കാൾ കൂടുതലായിട്ടുള്ളത്? ഇതാണ് ചോദ്യം. ഗ്രോത്ത് പെർസെന്റേജ് ആണ് നമുക്ക് ആദ്യം കാണേണ്ടത്. ഗ്രോത്ത് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെർസെന്റേജ് ഇൻക്രീസ് തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല ഓരോ വർഷങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ. അതായത് ഇപ്പൊ 1971 മുതൽ 1981 വരെയുള്ള കാലഘട്ടം നോക്കുകയാണെങ്കിൽ ഇതിൽ എത്ര നമ്പർ നോക്കുക. അടുത്ത ഡെക്കേഡ് എടുത്തിട്ട് 1981 മുതൽ 1991 വരെയുള്ള ഒരു വാല്യൂ ഉണ്ടാവും. എന്നിട്ട് ഇതിന്റെ ഈ ഒരു വാല്യൂസിന്റെ ഡിഫറൻസ് കണ്ടുപിടിച്ചിട്ട് അതിന്റെ പെർസെന്റേജ് കാണാം. ഇതാണ് നമ്മളുടെ ഗ്രോത്ത് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ. നമുക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, അല്ലെ? ഒന്ന്, നമ്മളുടെ പെർസെന്റേജ് ഇൻക്രീസ് അല്ലെങ്കിൽ പെർസെന്റേജ് ഡിഫറൻസ് എത്രയാന്ന് കാണാനുള്ള ഫോർമുല അത് നമുക്ക് ഓൾറെഡി അറിയാം. അതുപോലെ തന്നെ ഇവിടെ ചോദിച്ചിട്ടുള്ളത് നമ്പർ ഓഫ് കാർസ്, അല്ലെ, ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് ടൂ വീലേഴ്സ് ആണ്. അതും ഗ്രോത്ത് പെർസെന്റേജ് എഴുതി വെച്ചിട്ടില്ലേ. ചുമ്മാ നമ്പർ എടുത്ത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാവുള്ളൂ. ഓരോ ഇയറിലെയും വെച്ചിട്ട് നമ്മളുടെ കാറിന് എത്ര ഗ്രോത്ത് പെർസെന്റേജ് ഉണ്ടെന്ന് കാണേണ്ടി വരും. അതുപോലെ തന്നെ ടൂ വീലേഴ്സിനും ഓരോ 10 വർഷത്തിൽ എത്രമാത്രം ഗ്രോത്ത് പെർസെന്റേജ് ഉണ്ടായിട്ടുണ്ട് എന്ന് കാണേണ്ടി വരും. അങ്ങനെ ഈ കാറിന്റെ ഗ്രോത്ത് പെർസെന്റേജുകൾ എടുത്തിട്ട് അതിന്റെ ഒപ്പം പാരലൽ ആയിട്ട് ടൂ വീലറിന്റെ ഗ്രോത്ത് പെർസെന്റേജും കൂടി എടുത്ത് വെച്ചിട്ട് ഇത് രണ്ടും നോക്കുമ്പോൾ, അതായത് ഓരോ 10 വർഷത്തിലും കാറിന്റെ ഗ്രോത്ത് പെർസെന്റേജ് എത്ര, ടൂ വീലറിന്റെ ഗ്രോത്ത് പെർസെന്റേജ് എത്ര, അങ്ങനെ ഓരോ ഇയറിലെയും ഓരോ ഡെക്കേഡിലെയും കണ്ടുപിടിച്ചിട്ട് ഏത് ഡെക്കേഡിലാണോ കാറിന്റെ ഗ്രോത്ത് നമ്പർ അല്ലെങ്കിൽ ഗ്രോത്ത് പെർസെന്റേജ് ടൂ വീലറിനേക്കാളും കൂടുതലുള്ളത് നമ്മൾ കാണണം. ആ ഇയർ ആയിരിക്കും അല്ലെങ്കിൽ ആ ഒരു ഡെക്കേഡ് ആയിരിക്കും നമ്മളുടെ ആൻസർ. നേരത്തെ നമ്മൾ സോൾവ് ചെയ്ത അതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടി അധികം ഡേറ്റ നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ അവിടെയുള്ളൂ. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിന്റെ ഗ്രോത്ത് പെർസെന്റേജ് കാണാം. അപ്പൊ ഇത് കാണാനായിട്ട് നമ്മൾക്ക് കുറച്ച് ഡേറ്റ വേണമെന്ന് പറഞ്ഞു. അപ്പം ആദ്യം തന്നെ നമ്മൾക്ക് അറിയേണ്ട കാര്യങ്ങൾ, നമ്മളിപ്പോ ചോദ്യത്തിലെ ഏതൊക്കെ ഇയേഴ്സിനെ പറ്റിയിട്ടാണ് ചോദിച്ചിട്ടുള്ളതെന്ന് ആദ്യം നോക്കാം. നമ്മളുടെ ചോദ്യത്തിൽ 4 വർഷങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. 1991 ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഇവിടെ എഴുതിക്കാം 1991 ഡേറ്റ ചോദിക്കുന്നുണ്ട്, 2001 പറയുന്നുണ്ട്, 1981 പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഫൈനലി 2011 പറയുന്നുണ്ട്, അല്ലെ? ഈ 4 വർഷമാണ് നമ്മളുടെ ഓപ്ഷനിലുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ 4 വർഷം ചെയ്താൽ മതി. ബാക്കിയുള്ളത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പം നമ്മളുടെ എന്തായാലും ഓപ്ഷനിലുള്ള ആൻസേഴ്സ് മാത്രമാണല്ലോ വരുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു ചാൻസ് നമുക്ക് അവിടെ ഉള്ളൂ. അതായത് വേറെ ഒരു ഓപ്ഷൻ ഇല്ല. ഇത് കവിഞ്ഞ് വേറൊരു ആൻസർ വരാൻ അവിടെ ചാൻസ് ഇല്ല. ഞാൻ വന്നാൽ തന്നെ ഇതിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് നമുക്ക് എന്തായാലും ആൻസർ ആയിട്ട് വെക്കാനും പറ്റുള്ളൂ. അപ്പൊ എപ്പോഴും അത് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾക്ക് ഇപ്പൊ ഇങ്ങനത്തെ ഒരു ന്യൂമറിക്കൽ വാല്യൂ ഒക്കെ വരുമ്പോൾ നമ്മളുടെ ഈ ഓപ്ഷനിൽ, അതായത് നമ്മളുടെ മൾട്ടിപ്പിൾ ചോയ്സിൽ ചോദിക്കുന്ന ഡേറ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ അത് വെറും നഷ്ടമായി പോകും, സമയം നഷ്ടമായി പോകും. നമ്മൾ ഓരോ ഇയർ വെച്ചിട്ട്, ഓരോ ഡെക്കേഡ് വെച്ചിട്ട് നമ്മൾ ഒരു കുഞ്ഞു ടേബിൾ പോലെ ആക്കി വെക്കുകയാണ്. അതായത് നമുക്ക് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ പറയുന്നത് കാറിന്റെ ഗ്രോത്ത് പെർസെന്റേജ് ആണ് കേട്ടോ. കാറിന്റെ ഗ്രോത്ത് പെർസെന്റേജ്. അടുത്തത് ടൂ വീലർ ആണ്. ടൂ വീലറിന്റെ ഗ്രോത്ത് പെർസെന്റേജ്. അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞു ഓൾറെഡി, അതായത് ഓരോ ഡെക്കേഡിലും കാറിന്റെ ഗ്രോത്ത് പെർസെന്റേജ് കാണാം, ഇത് കാണാം, ഇതിന്റെ ഗ്രോത്ത് പെർസെന്റേജ്. അങ്ങനെ ഓരോ വർഷം നോക്കാം. ഇതിൽ ഹയസ്റ്റ് ആയിട്ട് എപ്പോഴാണ് കാറ് ടൂ വീലറിനേക്കാൾ കൂടുതൽ വരുന്നത്
ആ ഇയർ ആയിരിക്കും അല്ലെങ്കിൽ ആ ഡെക്കേഡ് ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, നമ്മൾ ഈ 1991ന്റെ ഗ്രോത്ത് പെർസെന്റേജ് നോക്കുമ്പോൾ കാറിന്റെ ഗ്രോത്ത് പെർസെന്റേജ് വരുന്നത് ഇങ്ങനെയാണ്, 29.54 അല്ലെ, 29.54 ആണ് 1991ലെ കാറ്. മൈനസ് തൊട്ട് മുമ്പത്തെ ഡെക്കേഡ് 1981 അല്ലേ, 1981 എത്രയാണ് തന്നിട്ടുള്ളത് 11.6 ആണ്. ഓക്കെ, ഡിവൈഡഡ് ബൈ 11.6. കാര്യം ചെറുതാണ് ഇവിടെ കൊടുക്കേണ്ടത്, ഗ്രോത്ത് പെർസെന്റേജ് ആണ്, ഇൻറ്റു 100. ആൻസർ വരുന്നത് എത്രയാ 154.65% ആണ് ഇവിടെ വരിക. ഇനി ഇത് ടൂ വീലറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 142 മൈനസ് 26.18 ഡിവൈഡഡ് ബൈ 26.18 ഇൻറ്റു 100. അതിന്റെ ആൻസർ വരുന്നത് 442.32% ആണ് കേട്ടോ. നോക്കി ഇവിടെ കാറും ടൂ വീലറും തമ്മിലുള്ള ഗ്രോത്ത് പെർസെന്റേജിന്റെ വ്യത്യാസം നോക്കി, ഇത് ചെറുതല്ലേ, ഇതിനേക്കാളും വലുതാണ് ടൂ വീലർ. അപ്പൊ എന്തായാലും 1991 അല്ല ആൻസർ. 2001 നോക്കുമ്പോൾ ഇവിടെ 70.58 മൈനസ് 29.54 divided by 29.54 into 100. ആൻസർ വരുന്നത് 138.8% എന്തോ ആണ്. ഇവിടെ ടൂ വീലറിന്റെ അടുത്ത് നോക്കുമ്പോൾ 385.56 മൈനസ് 142 by 142 into 100. ആൻസർ വരുന്നത് 171.5% ആണ്. ഓക്കെ, ഇവിടെ നോക്കി ഇത് 138, ഇത് 175, സോറി 171. ഏതായാലും ഇത് ചെറുതാണ് അല്ലെ, അപ്പൊ ഇതും അല്ല ആൻസർ. അപ്പൊ ഇത് രണ്ടും അല്ല നമ്മളുടെ ഓപ്ഷൻ വരുന്നത്, നമ്മുടെ ആൻസർ വരുന്നത്. മൂന്നാമത്തേത് 1981 ആണ്. 1981 when compared to 1971 പറയുന്നത് 11.60 മൈനസ് 6.82 ഡിവൈഡഡ് ബൈ 6.82 ഇൻറ്റു 100. എത്ര ആൻസർ വരിക 70 ആണല്ലേ, 70.08%. ഇനി അതിന്റെ ടൂ വീലറിന്റെ പെർസെന്റേജ് നോക്കാം നമുക്ക്. 26.18 മൈനസ് 5.76 divided by 5.76 into 100 equals and answer വരുന്നത് 354 ആണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇതല്ല, അപ്പൊ ഇതുമല്ല, പിന്നുള്ളൊരു ഓപ്ഷൻ 2011 ആണ്. ആൻസർ 2011 ആയിരിക്കും ഒബ്വിയസ്ലി. എന്നാൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 191.23 മൈനസ് 70.58 divided by 70.58 into 100. ആൻസർ വരുന്നത് 170.9% ആണ് വരിക. ഇവിടെ ടൂ വീലർ നോക്കുകയാണെങ്കിൽ 1018.65 മൈനസ് 385.56 divided by 385.56 into 100. ഇതിന്റെ ആൻസർ വരുന്നത് 164.12% ആണ്. അപ്പൊ ഇവിടെ നോക്കി 170 ആണല്ലേ, ഇത് 164 ആണ്. അപ്പൊ ഇതാണ് താഴെയുള്ളത്. അപ്പം ഏത് ഇയറിലാണ് കാറിന്റെ ഗ്രോത്ത് പെർസെന്റേജ് ഹയർ ദാൻ ടൂ വീലറിന്റെ ഗ്രോത്ത് പെർസെന്റേജ്? 2011 ഡെക്കേഡിലാണ് അല്ലെ. നമ്മളുടെ ആൻസർ വരുന്നത് 2011 ആണ് ആൻസർ. നമ്മൾ നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യന്റെ പാറ്റേൺ ആണ്. അതായത് ഗ്രോത്ത് പെർസെന്റേജ് കാണാം, ഗ്രോത്ത് പെർസെന്റേജ് കണ്ടിട്ട് അതിൽ ഇവിടെയുള്ള വ്യത്യാസം രണ്ട് ഡേറ്റയുടെയും ഗ്രോത്ത് പെർസെന്റേജ് കാണണം. അതായത് കാറിന്റെയും ടൂ വീലറിന്റെയും ഗ്രോത്ത് പെർസെന്റേജ് നമ്മൾ ആദ്യം കാണണം. എന്നിട്ട് ഏത് ഡെക്കേഡിലാണോ കാറിന്റെ ഗ്രോത്ത് പെർസെന്റേജ് ഹയർ ദാൻ ടൂ വീലറിന്റെ ഗ്രോത്ത് പെർസെന്റേജ് ഉള്ളതെന്ന് നോക്കാം. ആ ഇയറിനെ, ആ ഡെക്കേഡിനെയാണ് നമ്മൾ, ആ ഒരു ഡെക്കേഡിനെയാണ് നമ്മളുടെ ആൻസർ ആയിട്ട് നമുക്ക് കിട്ടുക. ഇവിടുത്തെ ആൻസർ എത്രയാണ്? 2011 ആണ്. ഇൻ ദ ഇയർ 2001, out of total number of vehicles, the number of passenger vehicles, four wheelers, accounted for. അപ്പം ഈ 2001 എന്ന് പറയുന്ന ഡെക്കേഡിൽ, ആ ഒരു ഡെക്കേഡിൽ എല്ലാ ടോട്ടൽ നമ്പർ ഓഫ് വെഹിക്കിൾസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ നമ്പർ ഓഫ് വെഹിക്കിൾസിൽ വെച്ച് നോക്കുമ്പോൾ നമ്മളുടെ ഫോർ വീലർ പാസഞ്ചർ വെഹിക്കിൾസ്
എത്ര ശതമാനം ഉണ്ട് എന്നാണ് ചോദിക്കുന്നത്. മൊത്തത്തിൽ ഉള്ള ടോട്ടൽ നമ്പർ ഓഫ് രജിസ്റ്റേർഡ് വെഹിക്കിൾസിൽ 4 വീലേഴ്സ് എത്ര ശതമാനം ഉണ്ട്? അപ്പൊ നമുക്ക് അറിയാം അല്ലെ, പെർസെന്റേജ് കാണാൻ നമുക്ക് അറിയാം. അപ്പം നോക്കുമ്പോ എങ്ങനെയാണ് ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ അത് എങ്ങനെയാ അപ്ലൈ ചെയ്യാം? 2001 കാര്യമാണ് പറയുന്നത്. 2001 ടോട്ടൽ നമ്പർ ഓഫ് വെഹിക്കിൾസ് രജിസ്റ്റേർഡ് എത്രയാണ്? 549.91 ലാക്സ് ആണ് അല്ലെ. അതില് പാസഞ്ചർ വെഹിക്കിൾസ് എത്രയാണ്? പാസഞ്ചർ വെഹിക്കിൾസ് അതും 4 വീലേഴ്സാ പറഞ്ഞിട്ടുള്ളത്. 4 വീലേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നിട്ടുള്ളതിൽ ഏതൊക്കെയുണ്ട്? കാർ ഉണ്ട്, പിന്നെ ജീപ്പ് ഉണ്ട്, ടാക്സി ഉണ്ട്, ബസ് ഒക്കെ ഉണ്ട് അല്ലെ. ഇതെല്ലാം വെച്ച് നോക്കുമ്പോ 70.58 പ്ലസ് 6.34 ആണ് നമ്മളുടെ ടോട്ടൽ നമ്പർ ഓഫ് 4 വീലേഴ്സിന്റെ ഡേറ്റ. അത് ടോട്ടൽ ആകുമ്പോ എത്രയാവും? 76.92 ലാക്സ് വെഹിക്കിൾസ് ഉണ്ട്. 76.92 ലാക്ക് 4 വീലർ പാസഞ്ചർ വെഹിക്കിൾസ് ആണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഔട്ട് ഓഫ് 549.91 ലാക്സ്. ഇതിൽ നിന്ന് പെർസെന്റേജ് എങ്ങനെ കാണും? 76.92 തന്നിട്ടുള്ളത്. ടോട്ടൽ എത്രയാണ്? 549. അതായത് 549 എന്ന് പറയുന്ന വാല്യൂവില് എത്ര ശതമാനമാണ് 76.92? പിന്നെ കാൽക്കുലേറ്റ് ചെയ്യുക. കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ ആൻസർ വരുന്നത് 14 ആണ് കേട്ടോ. 14% ആയിരിക്കും. അപ്പം 2001 ടോട്ടൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള നമ്പർ ഓഫ് വെഹിക്കിൾസിൽ നമ്മളുടെ 4 വീലർ പാസഞ്ചർ വെഹിക്കിൾസ് എന്ന് പറയുന്നത് എത്രയാണ്? 14% ഔട്ട് ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് രജിസ്റ്റേർഡ് വെഹിക്കിൾസ്. ഓക്കെ, ഇതാണ് ആൻസർ. വളരെ സിമ്പിൾ ആണ്. നമുക്ക് നമ്മുടെ ബേസിക് ആയിട്ടുള്ള പെർസെന്റേജിന്റെ ഫോർമുല വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ആൻസർ കണ്ടെത്താൻ പറ്റും. ഞാൻ ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചതുകൊണ്ടും ഇത് പെർസെന്റേജിൽ നിന്ന് വരുന്നതുകൊണ്ടും മാത്രമാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തത്. ഇനി ഇതേ ഡേറ്റയിൽ നിന്ന് നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, വാട്ട് വാസ് ദ പെർ ക്യാപിറ്റ ഓണർഷിപ്പ് ഓഫ് 2 വീലേഴ്സ് ഇൻ ഇന്ത്യ ഇൻ ദ ഇയർ 2011? ചോദ്യം ഇങ്ങനെയാണ്, 2011 ഇന്ത്യയിലെ പോപ്പുലേഷൻ എടുത്ത് നോക്കുമ്പോൾ, ടോട്ടൽ പോപ്പുലേഷൻ എടുത്ത് നോക്കുമ്പോൾ എന്താണ് അതിൽ എത്ര ശതമാനം ആളുകളാണ് 2 വീലേഴ്സ് ഉപയോഗിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ 2 വീലേഴ്സ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്? ഇതാണ് ചോദ്യം. പെർ ക്യാപിറ്റ ഓണർഷിപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ഓർത്തോളൂ, അത് പോപ്പുലേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. പെർ ക്യാപിറ്റ എന്നൊക്കെ പറയുമ്പോൾ അത് പോപ്പുലേഷൻ ആയിട്ട് റിലേറ്റഡ് ആണ്. നമുക്കിവിടെ വേണ്ട ഡേറ്റ 2011 പോപ്പുലേഷൻ, ടോട്ടൽ പോപ്പുലേഷനിൽ ആ കാലഘട്ടത്തിൽ 2011 ആ ഡെക്കേഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 2 വീലേഴ്സ് എന്ന് പറയുന്നത് എത്ര ശതമാനമാണ്? ഇതാണ് ചോദ്യം. നമ്മൾക്ക് ഡേറ്റ് നമ്മളുടെ കയ്യിലുണ്ട്. 1018 ആണല്ലേ, 18.65 ലാക്സ് ആണ് അല്ലേ. ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ എത്രയാ പറഞ്ഞിട്ടുള്ളത്? 1210.9 മില്യൺ ആണ്. മില്യൺ എന്ന് പറഞ്ഞാൽ ഒരു മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലാക്സ് ആണ് അല്ലെ. അപ്പം ഈ മില്യണെ ലാക്ക് ആക്കണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം? ഇൻറ്റു 10 ചെയ്താൽ മതി അല്ലേ. അപ്പം ഇൻറ്റു 10. അപ്പം ഇതെന്താണ്? ഇത് ലാക്സ് ആണ്. ഓക്കെ, ഇൻറ്റു 100. ഇതാണ് നമ്മളുടെ ആൻസർ. എത്രയാ വരിക നോക്കാം കേട്ടോ.